നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനിക്ക് നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിന്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിന്റെ മുഖത്തേറ്റടിയാണ് കോടതി വിധിയെന്നും VK ശ്രീകണ്ഠൻ. എലപ്പുള്ളിയിൽ ബ്രൂവറിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ്. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്നു പ്രവർത്തിച്ചവർക്കുള്ള താക്കീതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടില്ലെന്നും VK ശ്രീകണ്ഠൻ. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമെന്നും പന്ന്യൻ രവീന്ദ്രൻ. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണ് എന്ന നില മറന്ന് പ്രവർത്തിക്കരുതെന്നും പന്ന്യൻ. ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയിലെ നിബന്ധനകൾ ഭൗതിക ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാറുന്നതായി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ. ഭിന്നശേഷി കുട്ടികളുള്ള കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകി വന്ന സഹായം നിലച്ചിട്ട് 2 വർഷം പിന്നിട്ടതായും ഭാരവാഹികൾ. പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ ചിറ്റൂർ കൈത്തളി തിയേറ്ററിൽ. പ്രതിരോധത്തിലും കലാപത്തിലും സ്വാതന്ത്ര്യത്തിലും അതിജീവനത്തിലും സംഗീതത്തിന്റെ പങ്കിനെ പ്രമേയമാക്കിയുള്ള ചലച്ചിത്രമേളയിൽ 7 ദിവസങ്ങളിലായി 94 പ്രദർശനങ്ങൾ നടക്കുമെന്ന് സംഘാടകർ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചത് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. പാലക്കാട് തുറപ്പാളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വാഴാനി ഡാമിന് സമീപം പരിക്കേറ്റ ദിവസങ്ങളായി അവശതയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തം. വനം വകുപ്പ് ഇടപെട്ട കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന പരിസ്ഥിതി സംഘടനകളും. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനിക്ക് നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിന്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും MP പറഞ്ഞു. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളിപ്പാറ അങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. പ്രാഥമിക അനുമതി മാത്രമാണ് കോടതി റദ്ദാക്കിയതെന്നും ഇത് മനസ്സിലാക്കി പുതിയ അപേക്ഷ നൽകാനുള്ള അണിയറ നീക്കത്തിലാണ് കമ്പനി അധികൃതരെന്നും MP പറഞ്ഞു. എന്നാൽ 2 മാസം കഴിഞ്ഞാൽ സംസ്ഥാനത്തെത്തുക ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണെന്നും അപ്പോൾ അപേക്ഷ പോയിട്ട് പരിസരത്ത് വരാൻ പോലും കമ്പനിക്ക് സാധിക്കില്ലെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ മണ്ണും ജലവും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കണം, എന്ത് വില കൊടുത്തും എന്ന് തീരുമാനിച്ചിറങ്ങുകയാണ്. ഈ നാട്ടിലെ സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള കർഷകരായ സുമനസ്സുകളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ഈ പോരാട്ടം അതിശക്തമായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി നടന്നത്. നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി അധികാരം കവർന്നെടുത്തുകൊണ്ട് ഇതുപോലെ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വൻകിടക്കാർക്കും വേണ്ടി നിലനിൽക്കാമെന്ന് തെളിയിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു അധ്യക്ഷത വഹിച്ചു. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ആക്ട് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് D രമേശൻ, പഞ്ചായത്ത് അംഗം സന്തോഷ് പള്ളത്തേരി, ജമാലുദ്ദീൻ, സുഹൈബ് തങ്ങൾ, ലക്ഷ്മി ചന്ദ്രൻ, ഹമീദ് ഹാജി, കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് എലപ്പുള്ളി പോരാട്ട സമിതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ KS പ്രകാശിനെ എലപ്പുള്ളി പൗരാവലിക്ക് വേണ്ടി VK ശ്രീകണ്ഠൻ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്നു പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 9 വർഷക്കാലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നടന്നത് വികസന മുരടിപ്പാണെന്ന് MP പറഞ്ഞു. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടിട്ടില്ലെന്നും MP പറഞ്ഞു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ചടങ്ങിൽ UDF കൗൺസിലർമാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചിരുന്നു. യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ച് നടത്തുന്ന പരസ്യ പ്രചരണങ്ങളിൽ വീഴുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് തെളിയിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. ഇടതു സർക്കാരിന്റെ കാലത്ത് നടന്ന കൊള്ളകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ച് വികസനമില്ലാതാക്കിയ സർക്കാർ
ജീവനക്കാരുടെ DA ഉൾപ്പെടെ അവകാശങ്ങളെയും കവർന്നെടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിട്ടും വികസനമൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വർഗീയതയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കോൺഗ്രസിനും UDFനും മാത്രമേ കഴിയൂ എന്നും ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഇതുപോലെ കഴുത്ത് പിഴിഞ്ഞ് പണം കവർന്ന ഗവൺമെന്റ് എന്നിട്ട് ആ പണം എവിടെ ചോദിച്ചാൽ ഖജനാവിൽ പണവും. ഇതുപോലെ ഖജനാവ് കൊള്ളയടിച്ച ആളുകൾ, പൊതുജനങ്ങളെ കൊള്ളയടിച്ച ആളുകൾക്ക് ഇനി ഒരു ദിവസം തുടരാനുള്ള അർഹത ഈ കേരളത്തിലില്ല. എല്ലാം കൊണ്ടും നമുക്കറിയാം, സാമൂഹ്യ വിപത്തായുള്ള മദ്യവും മയക്കുമരുന്നും ഒഴുകി കുറ്റകൃത്യങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. ഭാവി തലമുറ അവർക്ക് ഒരു പ്രതീക്ഷയില്ലാതെ നാട് വിട്ടു പോവുകയാണ്. ബാക്കി നാട്ടിലുള്ളവർ ക്രിമിനൽ കൊള്ളസംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. KLGSA ജില്ലാ പ്രസിഡന്റ് മണിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ, മണ്ണാർക്കാട് നഗരസഭ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, കൗൺസിലർ മോഹൻ ബാബു, ബഷീർ പൂളക്കാട്, ചെങ്ങന്നൂർ മനോജ്, TM തങ്കം, അനിൽ V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന് മുൻ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണെന്ന നില മറന്ന് പ്രവർത്തിക്കരുതെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച CPI പ്രതിനിധികളെ സ്വീകരണ യോഗം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന് സമാനമായ കളങ്കിത വംശീയ രാഷ്ട്രീയ വേദിയായി കേരളം മാറുകയാണ്. ഇവിടെ കരുതലോടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചടികൾ സങ്കല്പിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം നാടിൻ്റെ ഐക്യവും മതേതരത്വവുമാണ് പരമപ്രധാനം. ഏതെങ്കിലും പ്രചരണത്തിനോ ഏതെങ്കിലും സ്വാധീനത്തിനോ വഴങ്ങുന്നവരോ അല്ല ജനങ്ങളെന്ന ബോധ്യം വേണം. അധികാരം ധിക്കാരത്തിനുള്ളതല്ലെന്നും ജനസേവനത്തിൻ്റെ ഉപകരണമാണെന്ന് തിരിച്ചറിവ് വേണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വിട്ടുവീഴ്ചയും തിരുത്തലും കമ്മ്യൂണിസ്റ്റ് മൂല്യമാണെന്നും പന്ന്യൻ പറഞ്ഞു. ഈ പണം ഈ കേരളത്തിൽ എങ്ങനെയാണ്? അപ്പോൾ UDFകാർ വരുന്ന ഇവർ കടം വാങ്ങി കേരളത്തെ പിടിക്കുകയാണോ? നമുക്ക് നടക്കാൻ വേണ്ടി കടം വാങ്ങണ്ടേ? നമ്മുടെ നാടിന് വേണ്ടി വാങ്ങണ്ടേ? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വാങ്ങണ്ടേ? ജനങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ലേ? പ്രളയം വന്നാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് കടം വാങ്ങാൻ പറ്റൂല, നമ്മുടെ കയ്യിൽ പൈസയില്ല. പ്രളയം വന്നാൽ എല്ലാവരും ചത്തൊടുക്കിക്കൊണ്ട് തീരുമാനിക്കാമോ? അല്ല. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പ്രളയം വന്നിരിക്കുന്ന വയനാട്ടിലിപ്പം പുതിയ വീടുകൾ ഉയർന്നു വരുന്നു. അവരെല്ലാം അവിടെ താമസമാക്കുന്നു. അതുവരെ അവർക്ക് ആവശ്യമുള്ള കാശ് കൊടുക്കുന്ന സർക്കാർ. മറ്റവരോ UDFകാർ പണം പിരിക്കാൻ വേണ്ടി പോയി 300 വീടെന്ന് പേര് മാത്രമേ ഉള്ളൂ. അതെല്ലാം കടലാസിലുള്ള വീട് മാത്രമാണ്. അവരൊറ്റ പൈസയും കൊടുത്തില്ല. ഇപ്പം വാചക കസർത്താണ് നടക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP സുരേഷ് രാജ് ജനപ്രതിനിധികൾക്ക് ഉപഹാരം നൽകി. മുതിർന്ന നേതാവ് V ചാമുണ്ണി, അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജഹാൻ, ജില്ലാ എക്സിക്യൂട്ടീവ് KC ജയബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചു. ശസ്ത്രക്രിയയുണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വടക്കാഞ്ചേരി എങ്കങ്കോട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി 11ഓടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ടപിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ച് നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയെ നവനിബന്ധനകൾ ഭൗതിക ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാറുന്നതായി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ. ഭിന്നശേഷി കുട്ടികളുള്ള കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകി വന്ന സഹായം നിലച്ചിട്ട് 2 വർഷമായെന്നും പരിവാർ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടിസം, ബുദ്ധിപരിമിതി, സെറിബ്രൽ പാൾസി, ബഹുമുഖ പരിമിതി എന്നീ അവസ്ഥയുള്ള കുട്ടികൾക്കായാണ് കേന്ദ്ര സർക്കാർ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയത്. രോഗനിവാരണത്തിനായി ആശുപത്രിവാസമുണ്ടെങ്കിലും ചികിത്സാ ചെലവ് ഒരു പരിധിവരെ കിട്ടുന്നതാണ് നിരാമയ. കിടത്തി ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് യാത്രാ ചെലവ്, ഡോക്ടർ ഫീസ്, മരുന്ന്, ടെസ്റ്റ്, ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും
പരിധി നിശ്ചയിച്ചതാണ് വിലയായത്. ചികിത്സാ ക്യാഷ് ലെസ്സാക്കണമെന്നതും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഇടപാടുകാർക്ക് മലയാള ഭാഷ ഏർപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് സാധാരണക്കാർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. നിരാമയ പദ്ധതിയിൽ അംഗമാവാനായി APL വിഭാഗക്കാർക്ക് 500 രൂപയും BPL വിഭാഗക്കാർക്ക് 250 രൂപയും അനുവദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ 2 വർഷമായി ആനുകൂല്യം നിഷേധിച്ചിരിക്കുകയാണ്. നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആശ്വാസകരമായ രീതിയിൽ വിപുലീകരിക്കേണ്ടതുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നിരാമയ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുവാനും ആനുകൂല്യം വാങ്ങി നൽകുവാനും പരിവാർ സഹായ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്യാഷ്ലെസ് ആയിട്ടുള്ള സ്കീമല്ല. വ്യക്തികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മരുന്ന് വാങ്ങിയിട്ട് ക്ലെയിം അയക്കണം 30 ദിവസത്തിനുള്ളിൽ. അത് ക്ലെയിം അയച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് മേഖലാ തലങ്ങളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഏജൻസീസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവെ ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഇൻഷുറൻസിന് നമുക്കറിയാം ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ വാലിഡിറ്റി 1 ഏപ്രിൽ മുതൽ അടുത്ത സാമ്പത്തിക വർഷം 31 മാർച്ച് വരെയാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെന്നൊരിയിൽ നമ്മൾ പോളിസി കയ്യിൽ ഉള്ള ആളുകളാണെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത് പുതുക്കണം. അത് ചേർന്നിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചേരാം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ വേണമെങ്കിൽ അവർക്ക് ചേരാം. അതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പരിവാർ അഡ്വൈസറി അംഗം മേജർ സുധാകരപിള്ളൈ, ഡയറക്ടർ AKK മേനോൻ, പ്രസിഡന്റ് AS വെങ്കിട്ടയ്യർ, സെക്രട്ടറി P രമണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ ചിറ്റൂർ കൈത്തളി തിയേറ്ററിൽ നടക്കും. പ്രതിരോധത്തിലും കലാപത്തിലും സ്വാതന്ത്ര്യത്തിലും അതിജീവനത്തിലും സംഗീതത്തിൻ്റെ പങ്കിനെ പ്രമേയമാക്കിയുള്ള ചലച്ചിത്രമേളയിൽ 7 ദിവസങ്ങളിലായി 94 പ്രദർശനങ്ങൾ നടക്കുമെന്ന് കൺവീനർ രൂപേഷ് C വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാദ്യ ഉപകരണമായ തപ്പട്ടയ്ക്ക് സാമൂഹിക അംഗീകാരം നേടിയെടുക്കുന്നതിനായി പ്രയത്നിച്ചയാളും ദളിത് ആക്ടിവിറ്റിസ്റ്റുമായ പത്മശ്രീ വേലു ആശാൻ 30-ന് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ പലസ്തീൻ വിഭാഗങ്ങളിൽ പ്രത്യേക പാക്കേജായി സിനിമകൾ പ്രദർശിപ്പിക്കും. സമകാലിക മലയാള സിനിമ, ഇന്ത്യൻ സിനിമ, ലോക സിനിമ, ഹോമേജ് എന്നീ വിഭാഗങ്ങളിലും സിനിമാ പ്രദർശനം നടത്തും. പരമ്പരാഗത സംഗീത രൂപങ്ങൾ, നാടകഗാനങ്ങൾ, പരിഷത്ത് പാട്ടുകൾ, മാപ്പിള സംഗീതം, റാപ്പ് റോക്ക് ഗാനചരിതം എന്നിവ സംബന്ധിച്ച ചർച്ചയും സംവാദവും നടക്കും. ശ്രീവത്സൻ J മേനോൻ, ഡോക്ടർ MV നാരായണൻ, E ജയകൃഷ്ണൻ, കോട്ടക്കൽ മുരളി, NM സജീന്ദ്രൻ എന്നിവർ ഓപ്പൺ ഫോറത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും. സമാപന ദിവസം ശാന്തി പ്രിയയുടെ ബാവുൽ സംഗീതവും അവതരിപ്പിക്കപ്പെടുമെന്നും രൂപേഷ് പറഞ്ഞു. ഇതിന് പുറമെ നമ്മൾ സമകാലിക ഇന്ത്യൻ സിനിമ, സമകാലിക ലോക സിനിമ, സമകാലിക മലയാള സിനിമ, അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട്, അതുപോലെ പലസ്തീനിയൻ പാക്കേജ്, കുട്ടികളുടെ പ്രത്യേക പാക്കേജ്, ഇവയിലൊക്കെ ആയിട്ട് 52 ഫീച്ചർ സിനിമകളും 20-ലധികം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളുമായിട്ട് 94 പ്രദർശനങ്ങളാണ് നമ്മൾ 7 ദിവസങ്ങളിലായിട്ട് നടക്കുക. ഇത്തവണത്തെ മേള ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ദളിത് വാദ്യ കലാകാരനായിട്ടുള്ള ശ്രീ വേലു ആശാനാണ്. അദ്ദേഹം തപ്പട്ടയുടെ പ്രചാരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള, തമിഴ്നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന മിക്കവാറും എല്ലാ തപ്പട്ട ബാൻഡുകളിലെയും അഭ്യസിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. പത്മശ്രീ വേലു ആശാനാണ് നമ്മുടെ മേള ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രോഗ്രാം കൺവീനർ CS ശ്രീവത്സൻ, ഇന്ദു KR, ശ്വേത ശ്രീവത്സൻ, ബ്രിജേഷ് തോംസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് വിക്ടോറിയ കോളേജിന് പുറകിൽ തൊറപ്പാളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വില വരുന്ന 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളാണ് കവർന്നത്. വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ ക്ഷേത്രം തുറന്ന് പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. റോഡ് അരികിലായുള്ള ക്ഷേത്രത്തിൻ്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. പഴക്കമേറിയ വിഗ്രഹങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ടൗൺ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വാഴാരി ഡാമിന് സമീപം പരിക്കേറ്റ ദിവസങ്ങളിലായി അവശനിലയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനം വകുപ്പ് ഇടപെട്ട കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനകളും രംഗത്തുണ്ട്. ആനയുടെ മുൻകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. പഴുപ്പൊലിക്കുന്ന അവസ്ഥയിലുള്ള മുറിവുകൾ മൂലം ആനയ്ക്ക് നടക്കാൻ പോലും സാധിക്കില്ലെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേവലം നോട്ടം കൊണ്ട് മാത്രം ആനയുടെ ജീവൻ രക്ഷിക്കാനാവില്ലെന്നും ജനനി പ്രസിഡന്റ് V അനിരുദ്ധ് പറഞ്ഞു.
മറ്റ് കൊമ്പന്മാരുമുണ്ടായ സംഘർഷത്തിലാകാം ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. അതേസമയം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വിദഗ്ധ സംഘം ഉടൻ ചികിത്സയ്ക്കായി എത്തുമെന്നുമാണ് വിവരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ദമ്പതികളുടെ കൊലപാതകം കുട്ടിയെ വിട്ടു നൽകാത്തതിൻ്റെ വൈരാഗ്യമാണെന്ന് റിമാൻഡ് റിപ്പോർട്ട്. മുഹമ്മദ് റാഫിയും ഭാര്യ സുൽഫിയും തമ്മിൽ തിരൂർ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം ഇവരുടെ 3 വയസ്സുള്ള മുഹമ്മദ് ഇഷാൻ എന്ന കുട്ടിയെ പിതാവിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞയക്കുന്നതിന് കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം തോട്ടക്കരയിലെ ദമ്പതികളുടെ മരണം കുട്ടിയെ വിട്ടു നൽകാത്തതിൻ്റെ വൈരാഗ്യമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഹമ്മദ് റാഫിയും ഭാര്യ സുൽഫിയും തമ്മിൽ തിരൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം ഇവരുടെ 3 വയസ്സുള്ള മുഹമ്മദ് ഇഷാൻ എന്ന കുട്ടിയെ പിതാവിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞയക്കുന്നതിന് കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇത് പ്രകാരം കുട്ടിയെ മുഹമ്മദ് റാഫി കൊണ്ടുപോയി കോടതി നിശ്ചയിച്ച സമയത്തിന് ശേഷം കുട്ടിയെ തിരികെ നൽകിയില്ല. ഇതിനിടെ മുഹമ്മദ് റാഫി മറ്റൊരു കേസിലും പ്രതിയായിരുന്നു. ഇതിനെതിരെ സുൽഫി കോടതിയിൽ നിന്നും കുട്ടിയെ ഇനി പിതാവിനെ നൽകേണ്ടതില്ല എന്ന ഉത്തരവ് വാങ്ങിയിരുന്നു. ശേഷം കുട്ടിയെ പിതാവ് മുഹമ്മദ് റാഫിയുടെ കൂടെ പറഞ്ഞയച്ചിരുന്നില്ല. ഇതിലുള്ള വിരോധത്തിലാണ് മുഹമ്മദ് റാഫി ഇക്കഴിഞ്ഞ 18-ന് രാത്രി 11 മണിക്ക് ഭാര്യ വീടായ തോട്ടക്കരയിലുള്ള നസീറിന്റെ വീടിന് പുറകുവശത്തുകൂടെ വന്ന് സുഹറയെയും നസീറിനെയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയും ഇത് കണ്ട് വീടിനകത്തുനിന്നും വന്ന മുഹമ്മദ് ഇഷാൻ എന്ന കുട്ടിയെ ഇടതുകൈയിൻ്റെ താഴെ കക്ഷത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത് ഭാര്യ സുൽഫിയ കുട്ടിയെയും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിപ്പോകുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ 3ാമതും മത്സര സാധ്യത തള്ളാതെ മുഹമ്മദ് മുഹസിൻ MLA. 10 വർഷക്കാലം പരമാവധി വികസന പ്രവർത്തനങ്ങൾ താൻ മണ്ഡലത്തിൽ നടത്തിക്കഴിഞ്ഞു. ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും MLA STV ന്യൂസിനോട് മറുപടിയായി പറഞ്ഞു. ഇത്തവണയും LDFിൻ്റെ കോട്ടകാക്കാൻ CPIയിലെ മുഹമ്മദ് മുഹസിൻ തന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മത്സര സാധ്യത തള്ളാതെയായിരുന്നു മുഹമ്മദ് മുഹസിൻ MLAയുടെ പ്രതികരണം. മത്സരിക്കാനുള്ള തീരുമാനങ്ങൾ ഒന്നുമായിട്ടില്ല. പട്ടാമ്പി മണ്ഡലത്തിൽ 10 വർഷക്കാലം താൻ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇനിയും അത്തരം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും മുഹമ്മദ് മുഹസിൻ MLA വാരണാകുറിശ്ശിയിൽ STV ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. എന്താ 3ാമത് മണ്ഡലത്തിൽ വല്ല സാധ്യതകളുണ്ടോ, തീരുമാനങ്ങളുണ്ടോ? ഒന്നും തീരുമാനമായിട്ടില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ടേം 10 വർഷം അവസാനിക്കാൻ പോവല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനിയും ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇലക്ഷനെ കുറിച്ച് ഇപ്പോഴല്ലല്ലോ, പാർട്ടിയൊക്കെ തീരുമാനിക്കണം, അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകിയില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 26 അംഗൻവാടികളിലേക്കുള്ള മിക്സുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ശ്രീദേവി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ സബിത മുനീർ, ഷിതി, ധന്യ കൃഷ്ണദാസ്, അമിത, ജയന്തി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ നളിനി സ്വാഗതവും VC സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗ്രാമീണ കുടിവെള്ള മേഖല സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഭവവും നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. എല്ലാം രാജ്യത്തെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നയത്തിൻ്റെ ഒരു ഭാഗമാണ് വാട്ടർ അതോറിറ്റിയുടെ മേഖലയിലും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് പ്രസിഡന്റ് KA ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം നൂർ മുഹമ്മദ് സംഘടനാ റിപ്പോർട്ടും ബ്രാഞ്ച് സെക്രട്ടറി C ഷജീർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK സുരേഷ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് K പ്രശോഭ്, സെക്രട്ടറി K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാരണാകുറിശ്ശി ആരബി കലാസമിതി ഗ്രന്ഥശാല വാർഷികാഘോഷം നിറവിൽ. ജനുവരി 25-26 തീയതികളാണ് കലാസമിതിയുടെ 52ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 33ാം വാർഷികവും നടക്കുക. പട്ടാമ്പി താലൂക്കിലെ തന്നെ A ഗ്രേഡോടുകൂടി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയാണ് ആരബി. ഒരു നാടിനെ ആകെ മാത്രമല്ല അതിന് അപ്പുറത്തേക്കും ഏറെ പ്രശംസയും
അഭിമാനവുമാണ് ഈ കാണുന്ന വാടനാംകുറിശ്ശിയിലെ ആരബി പ്രസ്ഥാനം. ഈ കാലമത്രയും ആരബിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക വിധമാണ്. ഇന്ന് നാടിന് അഭിമാനമായി പുതുമയോടെ ഉയർന്നു നിൽക്കുന്ന ഈ ആരബി കലാസമിതി ഗ്രന്ഥശാല വാർഷികാഘോഷ നിറവിലാണ്. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആരബി അതിൻ്റെ 52ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഗ്രന്ഥശാലയുടെ 32ാം വാർഷികവും നടക്കുന്നു. 1974 കലാമേഖലകളിൽ വേദി കണ്ടെത്തുക എന്ന നിലയിൽ തുടങ്ങിയ ഗ്രാമീണ നന്മയുള്ള ഈ പ്രസ്ഥാനം 52 വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവകാരുണ്യം, വിദ്യാഭ്യാസം, ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ, വനിതാവേദി, ബാലവേദി, കളിസ്ഥലം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഗ്രന്ഥശാല പ്രവർത്തന മികവിൻ്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയും ആരബി പ്രവർത്തന ഫണ്ടും ഉപയോഗിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ പണി പൂർത്തിയാക്കി ഈ വാർഷിക വേളയിൽ നാടിന് സമർപ്പിക്കുകയാണ്. ജനുവരി 25, 26 തീയതികളാണ് ആഘോഷ പരിപാടികൾ. 25-ന് പതാക ഉയർത്തിയോടെ നൃത്തനൃത്യങ്ങൾ, രാത്രി 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ പ്രതിഭകളെ അനുമോദിക്കും. 26-ന് തിങ്കളാഴ്ച രാത്രി ആദരസന്ധ്യ നടക്കും. CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലകളുള്ളവരെ ആദരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് നാടകവും അരങ്ങേറുമെന്ന് ആരബി കലാസമിതി സെക്രട്ടറി P. രാജേഷ് പറഞ്ഞു. 25-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് മുഹ്സിൻ MLA ആണ്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ RLV രാമകൃഷ്ണനാണ്. 26-ാം തീയതി നടക്കുന്നത് ആദരസന്ധ്യയാണ്. സമീപ പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരിസരത്തുള്ള എല്ലാ പ്രതിഭകളെയും ആദരിക്കുക. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, കായിക രംഗത്തുള്ള പ്രതിഭകളുണ്ട്, കലാരംഗത്തുള്ള പ്രതിഭകളുണ്ട്. 13,000-ഓളം പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥശാലയിൽ. പട്ടാമ്പി താലൂക്കിൽ തന്നെ A ഗ്രേഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആരബിയെന്ന് ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രന്ഥശാലയ്ക്ക് ഒരു പുതിയ കെട്ടിടം മുകൾ നില MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടാമ്പി താലൂക്കിലെ തന്നെ മികച്ച A ഗ്രേഡ് വായനശാലയാണ് നമ്മുടെ അറബി ഗ്രന്ഥശാല. 13,000-ഓളം പുസ്തകങ്ങളും അതിനനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വായനശാലയാണ് അറബി. ആരബിയുടെ വളർച്ചയുടെ പടവുകളിൽ നാട് എന്നും ഒപ്പമുണ്ട്. ഇനിയും ഉയർച്ചയോടെ തന്നെ ആരബിയുടെ പ്രവർത്തനം മുന്നേറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേശ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസ്സിന് തുടക്കമായി. പരിപാടി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. 2026 SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസുകൾക്കാണ് ഗണേശ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉള്ളപ്പോഴും ചില കുട്ടികൾ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നു. അവർക്ക് വീട്ടിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള രക്ഷിതാക്കളോ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ അവർ പിന്നോക്കം പോകുന്നു. അല്ലെങ്കിൽ വേണ്ടത്ര ട്യൂഷൻ ലഭ്യമാക്കാനുള്ള സാമ്പത്തിക സാഹചര്യമില്ലാത്ത കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടി മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ അധികൃതർ എടുത്തിട്ടുള്ള ഈ തീരുമാനം, അതിന് ആദ്യമായി ഞാൻ ഇവിടുത്തെ അധ്യാപകരെ പ്രശംസിക്കുകയാണ്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP. നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്സസ് ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് രാജേഷ്, PTA അംഗങ്ങളായ അബ്ദുറഹ്മാൻ, യൂസഫ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഫുൾ A+കളുടെ ശതമാനത്തിൽ ഷൊർണൂർ സബ് ജില്ലയിൽ ഒന്നാമതായിരുന്നു ഗണേശ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു D+ പോലുമില്ലാതെ 100% വിജയം കൈവരിച്ച ഏക വിദ്യാലയവും ഈ സ്കൂളായിരുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ചത് ആകെ 3 വിദ്യാലയങ്ങളാണ്. എല്ലാ കുട്ടികളെയും മികച്ച ഗ്രേഡിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി PTA-യുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് ഉയരെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ NCC ബറ്റാലിയൻ ശുചിത്വ മാസ് അവയറൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. 28 കേരള NCC ബറ്റാലിയൻ ടീം ഹൈസ്കൂളിൽ നിന്നും തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ വരെ വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിയ ബറ്റാലിയനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ
വി രവികുമാർ സ്വീകരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. സ്വച്ഛ ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് സമൂഹത്തിലെത്തട്ടെ. ഇതിൻ്റെ മാറ്റം എൻ്റെയും നിങ്ങളുടെയും പരിസരങ്ങളിലും നാട്ടിലും കാണട്ടെ. നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ മെസ്സേജ് നമ്മുടെ കുടുംബത്തിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഈ ഒരു മിയർ യാത്ര മാത്രമായിട്ട് ഇതിൽ ഒതുക്കരുത്. ഇതിൻ്റെ പിന്നിലുള്ള ആശയം എന്താണ് എന്നുള്ളത് നിങ്ങളാൽ കഴിയും വിധം നമ്മുടെ നാട്ടിൽ ഇത് ഒരു സുഗന്ധമായി പ്രചരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. സെക്കൻഡ് ഓഫീസർ സുബ്രഹ്മണ്യൻ, ഹവിൽദാർ വിഷ്ണു, ഹൈസ്കൂൾ പ്രോഗ്രാം കോർഡിനേറ്റർ MR കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2026 ഇടം പിടിച്ച സന്തോഷത്തിലാണ് 3 വയസ്സുകാരൻ ദക്ഷിത് ദേവിൻ്റെ കുടുംബം. ദേശമംഗലം കൊണ്ടയൂർ മുടത്തിപ്പറമ്പിൽ ഗിരീഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മകനാണ് ദക്ഷിത്. ജില്ലകൾ പറഞ്ഞ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം. 3 വയസ്സുകാരനായ ദക്ഷിത് തൻ്റെ വാക്ചാരുത കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടുമാണ് ഈ ചെറുപ്രായത്തിൽ വലിയ പ്രശസ്തി നേടിയെടുത്തത്. ദക്ഷിതിൻ്റെ കഴിവ് തെളിയിക്കുന്ന അനവധി വീഡിയോകൾ അവലോകനം നടത്തിയാണ് ഈ അംഗീകാരം ലഭ്യമായിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള റെക്കോർഡുകൾ കിട്ടാനുള്ള പരിശ്രമത്തിലാണ് ഈ 3 വയസ്സുകാരൻ. സോഷ്യൽ ലീഡേഴ്സിന്റെ പേര് പറയാട്ടാ. ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ, ഇത് രാമസ്വാമി, ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശ്ശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച മൃദംഗ മത്സര വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ KM കൃഷ്ണസായിയെ ഷൊർണൂർ KVR സ്കൂൾ ആദരിച്ചു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. മൃദംഗ അധ്യാപകൻ കലാമണ്ഡലം മഹേഷ് കുമാറിൻ്റെയും ജിജി മോളിൻ്റെയും മകനാണ് കൃഷ്ണസായി. പ്രധാനാധ്യാപകൻ രാമപ്രസാദ്, മറ്റ് അധ്യാപകർ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. പാലക്കാട്-കൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പാലക്കാട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗങ്ങളായ R അശോക്, S ഗംഗ, പ്രിയ വെങ്കടേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P സ്മിതേഷിനെ ആദരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. അസോസിയേഷൻ സെക്രട്ടറി നാരായണപിള്ള പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഹരിദാസ് മച്ചിക്കൻ, N ഉണ്ണികൃഷ്ണൻ, രേണുക ടീച്ചർ, വനിതാ കൺവീനർ പ്രീത ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രതിഭാ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനാംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാടനാംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവം മകരച്ചൊവ്വ ദിവസം ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. തുടർന്ന് 9:30 ക്ഷേത്രം മേൽശാന്തി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടുകൂടി പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. നിരവധി സ്ത്രീഭക്തർ പൊങ്കാലയിട്ടു. ക്ഷേത്ര ദർശനത്തിനായി നിരവധി ഭക്തർ എത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടനാകുറിശി ശ്രീ മണ്ണമ്പുത്തൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉദയാസ്തമ പൂജയും നടന്നു. 2 ദിവസങ്ങളിലായാണ് ചടങ്ങ് നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ നാടായ വാടനാംകുറിശിയിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ശ്രീ മണ്ണേമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രം. ആദി പരാശക്തിയായി എല്ലാ സവിശേഷതകളോടും കൂടിയ അത്യപൂർവ ദുർഗാക്ഷേത്രങ്ങളിൽ
സ്വയംഭൂ പ്രതിഷ്ഠയോടുകൂടി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാരണാകുശിയിലെ മണ്ണമ്പത്തൂർ ദുർഗാഭഗവതി ക്ഷേത്രം. എല്ലാ വർഷവും മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദന മഹോത്സവം നടത്തിവരാറുള്ളത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ ബൗത്രാധൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ശുദ്ധിക്രിയകൾ നടത്തിവന്നിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 5-ന് മഹാഗണപതി ഹോമവും തുടർന്ന് ഉദയാസ്തമന പൂജ, പ്രത്യേക പൂജകൾ, കലശാഭിഷേകം, പൂമൂടൽ എന്നീ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. പ്രസാദവൂട്ട്, വൈകിട്ട് ഭജന, നിർമ്മാല, ദീപാരാധന, പഞ്ചവാദ്യം എന്നിവയും നടന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നൃത്തനൃത്യങ്ങളും നടന്നിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇനി മാറ്റൊലി. സന്തോഷ് ട്രോഫി ഫുട്ബോളിനൊരുങ്ങി അസം. ടൂർണമെന്റിന് ബുധനാഴ്ച തുടക്കം കുറിക്കുകയാണ്. കേരളത്തിന്റെ ആദ്യ മത്സരം 22-ന് നടക്കും. രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റുകളിലൊന്നായ സന്തോഷ് ട്രോഫിയിൽ കിരീടം മോഹിച്ച് അസാമിലെത്തിയ ടീം കേരളത്തിന് കപ്പ് ഇത്തവണ നേടാനാകുമോ? പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിൻ്റെ യുവനിര പോരിനിറങ്ങുന്ന ഫുട്ബോൾ മാമാങ്കമാണ് സന്തോഷ് ട്രോഫി. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി നോക്കിക്കാണുന്നത്. മുന്നേറ്റ നിര നയിക്കുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ മണ്ണിലെ സ്ഥിരം സാന്നിധ്യമായ സജീഷും മുഹമ്മദ് അഫ്സലും തുടങ്ങിയ നല്ല കളിക്കാരാണ്. ഡിഫൻസിൽ ക്യാപ്റ്റൻ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു ടീമും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആസാമിൻ്റെ വലിയ തണുപ്പിലും നമ്മൾ ഊർജ്ജസ്വലരായി ഇത്തവണ കപ്പടിച്ചു വരുമെന്ന വലിയൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ ഫുട്ബോളിൽ വളരെ ശ്രദ്ധേയമായ ഒട്ടനവധി നേട്ടങ്ങൾ കാഴ്ചവെച്ചവരാണ് ഈ പ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി ടീമിലുള്ളത് എന്നുള്ളതും ആശയ്ക്ക് വക നൽകുന്നത് തന്നെയാണ്. സന്തോഷ് ട്രോഫി വന്നിട്ട് ആസാമിലാണല്ലോ ആരംഭിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കപ്പ് കേരളത്തിന് വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം കിട്ടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനിക്ക് നേരിടേണ്ടി വരികയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കമ്പനിക്കായി കഴിവിന്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിന്റെ മുഖത്തേറ്റടിയാണ് കോടതി വിധിയെന്നും വി.കെ. ശ്രീകണ്ഠൻ. എലപ്പുള്ളിയിൽ ബ്രൂവറിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ്. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്നു പ്രവർത്തിച്ചവർക്കുള്ള താക്കീതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്നും വി.കെ. ശ്രീകണ്ഠൻ. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമെന്നും പന്ന്യൻ രവീന്ദ്രൻ. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണ് എന്ന നില മറന്ന് പ്രവർത്തിക്കരുതെന്നും പന്ന്യൻ. ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയിലെ നിബന്ധനകൾ ഭൗതിക ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാറുന്നതായി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ. ഭിന്നശേഷി കുട്ടികളുള്ള കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകി വന്ന സഹായം നിലച്ചിട്ട് 2 വർഷം പിന്നിട്ടതായും ഭാരവാഹികൾ. പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ ചിറ്റൂർ കൈത്തളി തിയേറ്ററിൽ. പ്രതിരോധത്തിലും കലാപത്തിലും സ്വാതന്ത്ര്യത്തിലും അതിജീവനത്തിലും സംഗീതത്തിന്റെ പങ്കിനെ പ്രമേയമാക്കിയുള്ള ചലച്ചിത്രമേളയിൽ 7 ദിവസങ്ങളിലായി 94 പ്രദർശനങ്ങൾ നടക്കുമെന്ന് സംഘാടകർ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചത് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. പാലക്കാട് തുറപ്പാളയം അയോധ്യ ശ്രീരാമ പാതുക ക്ഷേത്രത്തിൽ കവർച്ച. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 4 പഞ്ചലോക വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വാഴാനി ഡാമിന് സമീപം പരിക്കേറ്റ ദിവസങ്ങളായി അവശതയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തം. വനം വകുപ്പ് ഇടപെട്ട് കാട്ടാനയ്ക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന പരിസ്ഥിതി സംഘടനകളും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.